ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒത്തിരി ഒന്നുമില്ല, എന്നാലും കുറച്ച് നാട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഇന്നത്തെ യാത്ര നമ്മൾ പോവുകയാണ് കാഞ്ഞിരപ്പള്ളി. അപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്നതിന് മുമ്പ് പിള്ളേരെ രണ്ടുപേരെയും പപ്പയുടെ ബ്രദറിൻ്റെ വീട്ടിൽ, പപ്പയുടെ അനിയൻ്റെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് വിചാരിച്ച് അവിടെ കൊണ്ടുവിട്ടെ. അവന്മാരുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ഇവിടെ അങ്ങ് നിന്നോളും. ഇവിടെ പടമൊക്കെ വരച്ച് ടി വിയൊക്കെ കണ്ട് അങ്കിളിൻ്റെ ആൻറ്റിയുടെ ഒക്കെ കൂടെ. ആൻറ്റി നന്നായിട്ട് പടം വരയ്ക്കുവേ, അതുകൊണ്ട് ജേഡുവിന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനായിട്ട്. ചിലപ്പോൾ ജേഡു ആൻറ്റികൾ ഒന്നിച്ച് പടം വരയ്ക്കും, അതല്ലെങ്കിൽ തന്നെ ഇരുന്ന് പടം വരയ്ക്കും. ഇതൊന്നുമില്ല, ചുമ്മാ ടി വി കണ്ടു വേണ്ടല്ലോ അവിടെ ഇരുന്നോളും. അതുകൊണ്ട് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്ക് പോയപ്പോൾ പിള്ളേരെ കൂട്ടണ്ടെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അവിടെ ഉള്ളവർ കിടന്ന് ഉറങ്ങുമായിരുന്നേ. അവരെ ഞങ്ങൾ കുത്തിപ്പൊക്കി. ഉറങ്ങുന്നവരെ കുത്തി എഴുന്നേൽപ്പിക്കുമ്പം കിട്ടുന്ന ഒരു സുഖം, ആഹാ. രണ്ട് പിള്ളേരെ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, നോക്കിയേക്കണം. നീ ഉറങ്ങിക്കോ. അൻസമ്മന്റും ചോച്ചാച്ചി ഉറങ്ങണോ കേട്ടോ, അവിടെ ഇരുന്നോളും. ആണ്ട് അങ്ങനെ രണ്ട് പിള്ളേരെ സക്സസ്ഫുള്ളി പപ്പാടെ അനിയന്റെ വീട്ടിലാക്കി ഞങ്ങൾ പോകും. ഇനി അപ്പം നമ്മൾ നേരെ പോകുന്നു കാഞ്ഞിരപ്പള്ളി. ഇത് നമ്മുടെ അവിടുത്തെ നാട്ടും പ്രദേശമാണ്. കണ്ടാൽ നമ്മുടെ മലബാർ സൈഡൊക്കെ പോലെ തോന്നും, പക്ഷേ ഇത് മലബാർ സൈഡൊന്നുമല്ല, നമ്മുടെ കോട്ടയം കാഞ്ഞിരപ്പള്ളി സൈഡ് തന്നെയാണ് കേട്ടോ. ഇത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ആണ്. സ്റ്റേറ്റ് ഹൈവേ ആണോ നാഷണൽ ഹൈവേ ആണോ? സ്റ്റേറ്റ് ഹൈവേ. ഇതുവഴി പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ പോകാനായിട്ട്. ഇതാകുമ്പോൾ വഴിക്ക് നല്ല വീതിയുണ്ട്, നല്ല വ്യൂ ആണ്. ഇതുണ്ട്, ഒരു സൈഡിൽ നല്ല മണിമലയാറൊക്കെ ഇങ്ങനെ ഒഴുകുന്നു, ഒരു സൈഡിൽ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള നല്ല അടിപൊളി വീതിയുള്ള റോഡ്. അതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നും അധികം അടിക്കണ്ട, സൂപ്പറായിട്ട് വണ്ടി ഓടിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ വളപ്പാണേ, പക്ഷേ ഈ റോഡ് നല്ലതായതുകൊണ്ടുണ്ടല്ലോ ഇതുവഴി പോകാനായിട്ട് ഭയങ്കര രസമാണ്. ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഇവിടെ ഒത്തിരി ആൾക്കാർ ഡ്രൈവിങ് പഠിക്കുന്നതാണ് ഈ റോഡിൽ. ഇതിപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത്, അതല്ലേ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ കാഞ്ഞിരപ്പള്ളി വന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, സൺഡേ ആയതുകൊണ്ട് മാത്രം ബ്ലോക്കില്ലാത്ത ഒരേ ഒരു സ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി. അല്ലെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, എന്നാ ബ്ലോക്കാണെന്നറിയോ. നമ്മൾ ബ്ലോക്കിനകത്ത് കിടന്ന് ഭ്രാന്ത് പിടിക്കും. എനിവേ ബൈപ്പാസ് റോഡൊക്കെ പെട്ടെന്ന് റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ബ്ലോക്കിന് ഒരു ശമനം ഉണ്ടാവും. നമ്മൾ KK റോഡിൽ കയറുമ്പം മെയിനായിട്ട് നോക്കും നമ്മുടെ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന്. അത് കാണുമ്പം മനസ്സിന് മാത്രമല്ല കണ്ണുകൾക്കൊരു എന്താ പറയുന്നത്, ഒരു കുളിർമ, മനസ്സിന് ഒരു സന്തോഷം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വണ്ടിയൊന്നും അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല. തിരിച്ചു വരുമ്പോൾ ഉണ്ടെന്നാണ് ജസ്റ്റ് പറഞ്ഞത്. ഇത് കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗമൊക്കെ കഴിഞ്ഞ് എൻ്റെ പൊന്നോ കുഞ്ഞാൻ്റെ വീടിൻ്റെ ഏരിയയിൽ നമുക്ക് വിട്ടുപോകാം. നമ്മളെ കണ്ട കുഞ്ഞാൻ്റെ ചീത്ത വിളിക്കും. ഇതുണ്ട്, നമ്മുടെ പണ്ടത്തെ KFC ആയിരുന്നു, കത്തിപ്പോയി സുഹൃത്തുക്കളെ. അത് കണ്ടപ്പോൾ ജെഡിന് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. നമ്മുടെ KFC കത്തിപ്പോയ അമ്മ എന്ന്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയി അവിടെ നിന്ന് KFC വാങ്ങിക്കുന്നതായിരുന്നു അവധിക്ക് വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ അവിടുത്തെ KFC ഒന്നും കൊള്ളത്തില്ലെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം, നമുക്കറിയത്തില്ല. എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, കത്തിപ്പോയി. ഇപ്പോൾ കുരിശെങ്കിലൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, കാഞ്ഞിരപ്പള്ളി സൺഡേ ആയതുകൊണ്ട് മാത്രം നിങ്ങളിങ്ങനെ കാണുന്നതാണ്. അല്ലാത്ത ദിവസം നിങ്ങൾക്ക് വണ്ടിയെ പോവുകയാണെങ്കിൽ വിസ്തരിച്ച് ഓരോ കടയും കാണാനുള്ള സമയം കിട്ടും, കാരണം അമ്മാതിരി ബ്ലോക്കാണ്. എനിവേ നമ്മൾ പോയത് എവിടെയാണെന്ന് ചോദിച്ചാൽ പുൽപ്പേൽ. നാട്ടിൽ വരുന്ന ഏതൊരു കാഞ്ഞിരപ്പള്ളി പൊൻകുന്നംകാരൻ്റെ വികാരമാണ് വരുന്ന ഉടനെ കയറി പുൽപ്പേൽ പോകുക എന്നുള്ളത്. അതിപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പുൽപ്പേലിൻ്റെ ഒരു കവറില്ലാത്ത ഒരു വീട് പോലും കാണുകയില്ല. കാരണം നമ്മുടെ എന്താ പറയുന്നത്, പുൽപ്പേൽ അത്രയ്ക്കും ക്ലോസ്ഡ് ആണ് കേട്ടോ. നാട്ടിൽ പോയിട്ട് പുൽപ്പേയിൽ നിന്ന് സാധനം എടുത്തില്ല, ഇവർ മനസ്സമാധാനക്കേടാന്നേ. അങ്ങനെ ഞങ്ങളും കുറച്ച് സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞായറാഴ്ച പള്ളിയിലിടാനായിട്ടൊരു ചുരിദാർ എനിക്ക് നോക്കണമായിരുന്നു. പിന്നെ ആൻറ്റി പോകുന്നതിന് മുമ്പ് ആൻറ്റിക്ക് എന്തോ ഡ്രസ് മെറ്റീരിയലൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്തി. മൊത്തം ഒന്നും കാണിച്ച് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അവിടെയൊക്കെ വെച്ച് ഓരോ ആൾക്കാർ പരിചയപ്പെട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൊട്ടാരം ബേക്കറി കയറി. അവിടെ സ്റ്റാൻഡിലുള്ള ജസ്റ്റ് ഞങ്ങൾ പറഞ്ഞു, ഇപ്പം നമ്മുടെ ബസ് ലിറ്റീസ് വരും, അകത്ത് നിങ്ങളെ കയറ്റി വിടാമെന്നും പറഞ്ഞിട്ട് ദുഷ്ടൻ ജസ്റ്റി. അങ്ങനെ ജസ്റ്റിയുടെ വാക്കും വിശ്വസിച്ച് ഞങ്ങൾ സ്റ്റാൻഡിൽ കയറിയുള്ള കൊട്ടാരത്തിൽ കയറി ഒരു കോഫി കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം വണ്ടി വരാൻ ഇനിയും സമയമുണ്ടേ. അങ്ങനെ കൊട്ടാരത്തിലിരുന്ന് ഞങ്ങൾ ആവശ്യത്തിന് കുറച്ച്, സത്യം പറഞ്ഞാൽ കോഫി ആവശ്യമുള്ളൊരു കാര്യമൊന്നും അല്ലായിരുന്നു ആ സമയത്ത്. പക്ഷേ ബസ് വരാൻ സമയമുള്ളത് കൊണ്ട് മാത്രം കയറി. മെഷീൻ കോഫി ആയിരുന്നേ, അതുകൊണ്ട് ഞങ്ങൾക്ക് വലുതായിട്ട് പിടിച്ചില്ല. അത് കൊട്ടാരങ്ങാടെ കുഴപ്പമൊന്നുമല്ല. കൊട്ടാരം എവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വലിഞ്ഞ് കൊട്ടാരത്തിൽ കയറും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോഫിയെല്ലാം കുടിച്ചു. ഇനി ബസ് വരുന്ന വീഡിയോ, ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയത് നമ്മുടെ ഫാൻസ് പിള്ളേരാട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നത്. ബസ്സിൽ കയറുന്ന വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ലോങ് ലെന്ത് ആയതുകൊണ്ട്. അങ്ങനെ കൊടുങ്ങൂർ ഇറങ്ങിയപ്പോഴാണ് ജസ്റ്റ് നമ്മളെ ചതിച്ചത്. നമ്മൾ ഇറങ്ങിയ ബസ്സിന് ജസ്റ്റ് കയറിപ്പോയി. നമ്മളോട് പറഞ്ഞു, വണ്ടി ഇതേ ഈ കൊട്ടാരം ബേക്കറിയുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ വേണേലും പൊക്കോളാം. അങ്ങനെ ആ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് ഒന്ന് എങ്ങനെ വണ്ടി എടുക്കുമെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ കൊട്ടാരത്തിൽ കയറി ഒരു കോഫിയും കൂടെ കുടിച്ചു. നമ്മുടെ അടുത്ത കളി. പിന്നെ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ചപ്പോൾ തലക്കിച്ചിരി വെളിവ് വന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ ശരി, എന്നാൽ പോയേച്ച് വരാം.